ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മൾ ആസ് ഒരു SSLC സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ ഒരു ദിവസം എത്ര മണിക്കൂറാണ് ആക്ച്വലി നമ്മൾ പഠിക്കേണ്ടത്? അതെല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ഡൗട്ടായിരിക്കും. എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഈ വർഷം എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ A+ നേടണം, എന്നിട്ട് നമ്മുടെ പാരൻസിൻ്റെയും നമ്മുടെ നാട്ടുകാരുടെയും നമ്മുടെ വീട്ടുകാരുടെയും എല്ലാം മുമ്പിൽ സന്തോഷത്തോടു കൂടെ അടിപൊളിയായിട്ട് നിൽക്കണം എന്നതൊക്കെ ആയിരിക്കും നമ്മുടെ ആക്ച്വലി ആഗ്രഹം എന്ന് പറയുന്നത്. ഈ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുന്ന അതേ സമയത്ത് തന്നെ സ്കൂളെല്ലാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ എത്ര മണിക്കൂറാണ് ആക്ച്വലി പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും വറീഡ് ആയിട്ടായിരിക്കും. സോ എനിക്ക് ആദ്യം തന്നെ ആ ഒരു കാര്യം തന്നെ എൻ്റെ മക്കളോട് സൂചിപ്പിക്കാനുണ്ടെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട സമയങ്ങളാണ് ഇനിയുള്ള നമ്മുടെ മുമ്പിലുള്ള സമയം എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങൾ മോർണിംഗിൽ സ്കൂളിൽ പോവുകയായിരിക്കും, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിലായിരിക്കും നിങ്ങൾ വീട്ടിലേക്ക് വരിക. ആ വീട്ടിലേക്ക് വന്ന ശേഷം നിങ്ങൾ അന്ന് സ്കൂളിൽ എടുത്ത കാര്യങ്ങൾ മുഴുവനായിട്ടും നിർബന്ധമായിട്ടും പഠിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. അത് മിനിമം ഒരു 2 hours എങ്കിലും ഉണ്ടായിരിക്കും. ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. അത് പഠിക്കാനാണ് യൂസ് ചെയ്യേണ്ടത്, ഹോംവർക്ക് ചെയ്യാനല്ല. ഹോംവർക്ക് ചെയ്യാൻ നിങ്ങൾ സെപ്പറേറ്റ് സമയം നിങ്ങൾ കണ്ടെത്തിയേക്കണം. ഇപ്പം നിങ്ങൾ ആലോചിക്കും, എന്തിനപ്പോൾ ഇപ്പോഴേ ഞാനിങ്ങനെ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം ഞാൻ കുറച്ച് ഒരു പയ്യെ എന്ത് ചെയ്യുന്നു, ഒരു 1 hour അല്ലെങ്കിൽ 30 minutes പഠിക്കുന്നു, ബാക്കിയൊക്കെ സമയം ഞാൻ ഹോംവർക്ക്, ഇമ്പോസിഷൻ, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, പറയായിട്ട് ഞാൻ എഴുതുന്നു. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചാൽ പോലും. ആക്ച്വലി ഈ വർഷം SSLC നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ പഠിച്ചു തീരാണ്ടെന്ന് അറിയോ? ഏകദേശം 80 മുതൽ 100 ചാപ്റ്റേഴ്സ് വരെ ടോട്ടൽ കൗണ്ട് ഉണ്ടായിരിക്കും. അത് ഒരു അപ്രോക്സിമേറ്റ് പറയാനുള്ള കാരണം നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. പുതിയ എല്ലാ ടെക്സ്റ്റ് ബുക്കിൻ്റെയും സെക്കൻഡ് പാർട്ട് ഒന്നും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് എങ്ങനെ വന്നാലും ഒരു 80 to 100 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ഉണ്ടാവും ഈ ഒരു വർഷത്തിനുള്ളിൽ പഠിക്കാനുണ്ടായിരിക്കും. അത് ഇപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇത്ര സമയം മതി. പക്ഷേ നിങ്ങൾ ഏറ്റവും അവസാനത്തിലേക്ക് വെച്ചാലോ, നമ്മളെല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയില്ലേ, എക്സാമിനേഷൻ ഒരു 1 week മുമ്പേ നമ്മൾ പഠിച്ചു തുടങ്ങും. എന്നിട്ട് എവിടേക്കും എത്താതെ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് മുഴുവനായിട്ട് പഠിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരെ മക്കൾ എത്താറുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു പ്രശ്നത്തിലേക്ക് എൻ്റെ മക്കൾ ആദ്യം തന്നെ ഫേസ് ചെയ്യരുത്. അതുകൊണ്ട് ഇപ്പോഴേ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കൂളിൽ എടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഓരോ ടോപ്പിക്കുകളും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഡൗട്ട് വരില്ലേ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവാത്ത ഉണ്ടാവില്ലേ, ഈ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക? അതിനാണ് ആക്ച്വലി നമ്മുടെ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. പക്ഷെ അവിടെയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അസ്ത്രയുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. കാരണം ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ ഓണം എക്സാമിനേഷനിലെ ടോപ്പിക്കുകൾ എത്തിയിട്ടുണ്ട്. അവിടുത്തെ നമ്മൾ അസ്ത്രയിലെ 1.0 മക്കളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ ഓണം എക്സാമിനേഷൻ വരെയുള്ള അതോ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ വരെയുള്ള ടോപ്പിക്കുകൾ ഓൾറെഡി അവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പുതിയ ആളുകൾ എന്താ ചെയ്യുക? അവർക്ക് അതിന് ശേഷമുള്ള പോർഷൻ കിട്ടിയാൽ മതി. ഒരിക്കലും അല്ലല്ലോ, അതൊരിക്കലും നടക്കില്ല. അവരെല്ലാവരും പഠിച്ചു തുടങ്ങേണ്ട ഒരുപാട് പേര് ആലോചിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കട്ടെ എന്നിട്ട് ഞാൻ അസ്ത്രയിൽ ജോയിൻ ചെയ്യാമെന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ജൂൺ 9 മുതൽ നമ്മുടെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 9 ഈ ജൂൺ 9 മുതൽ നമ്മുടെ അവിടെയും ചാപ്റ്റേഴ്സ് തുടങ്ങും. അവിടെയും തുടങ്ങിയ ശേഷം ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. അവിടെയും തുടങ്ങിയിട്ട് ഇനി അടുത്ത ബാച്ച് വരുമോ നോക്കാം. അതൊക്കെ വരുമ്പോഴേക്കും ഓണം എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സോ അതുകൊണ്ട് ആ ഒരു ഡിഫിക്കൽറ്റിയിലേക്ക് എൻ്റെ മക്കൾ ഫേസ് ചെയ്യരുത്. സോ പിന്നെ ഞാൻ കൂടെ തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കണം. നമ്മുടെ അസ്ത്ര 1.0 മക്കളുണ്ടായിരിക്കും. അവരിൽ പല ആളുകളും ചിലപ്പോൾ വൈകി ചേർന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഏറ്റവും അവസാനത്തിലേക്ക് കുറച്ച് വൈകിട്ട് ചേർന്ന ആളുകളുണ്ടാവും. അവർ പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മുടെ സെക്കൻഡ് ബാച്ച് ഫ്രീ ആണ്. നമ്മുടെ ഇതിന് ശേഷം വരുന്ന എല്ലാ ബാച്ചുകളും ആക്ച്വലി എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ബാച്ച് എടുക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ആ 2.0 ചേരുകയാണ്. അതിനുശേഷം ഏതൊക്കെ നമ്മുടെ എൻ ഗെയിം അടക്കമുള്ള ബാച്ചുകളൊക്കെ വരുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് അവൈലബിൾ ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് ജോയിൻ ചെയ്യാം. ഇനിയും വിട്ടുപോകരുത്. കൂടെ തന്നെ പഠിക്കുന്ന സമയം കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ വീട്ടുകാരെല്ലാവരും 10ാം ക്ലാസ് ആയതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, പഠിച്ചോ എന്നുള്ളത്. സോ അതിനെ നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചേക്കുക എന്ന് മാത്രം പറയുന്നു. സോ ബൈ.